എന്നാ ഉണ്ട് വിശേഷം ആദ്യം കേൾക്കട്ടെ. കൊച്ചിനെ കൊണ്ടുവരാത്തതിൻ്റെ പരാതി എനിക്കെന്നല്ല എൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ ഉണ്ട്. കാര്യം എന്നാണെന്നറിയോ, ധന്യേനെയും ജോണിനെയും നല്ലോണം അറിയാം നമ്മുടെ നാട്ടുകാർക്ക്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് വരുമ്പം നമുക്ക് കുഞ്ഞിനെ കാണാനും ഒക്കെ ഒരു സന്തോഷമല്ലേ? ഞങ്ങൾ ആക്ച്വലി കൊണ്ടുവരണമെന്ന് വിചാരിച്ചത് ഈ പ്രോഗ്രാം നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പം 3 ചെയർ ഞങ്ങൾ ഇവിടെ കണ്ടു. ഒന്ന് അനുസരിച്ച് ഞങ്ങൾ കണ്ടു. പിന്നെ അവൻ 5.5 വയസ്സായി. അപ്പം നമ്മള് അറിഞ്ഞില്ല, അതാണ് ഒരു പ്രശ്നം. അവൻ ഇവിടെ അടങ്ങിയിരിക്കില്ല. കംപ്ലീറ്റ് എടുത്തും മറിച്ച് എനിക്ക് വൃത്തിയാക്കാൻ സമയമില്ല. അതോട് മുൻകൂട്ടി കണ്ടിട്ട് കൊച്ചിനെ കൊണ്ടുവരാൻ ഞാൻ. ഇപ്പം ധന്യ ഫിലിംസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫിലിം ചെയ്യുന്നില്ല. ഇപ്പം ഈ വർക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ സീതാ കല്യാണം, അത് തന്നെയാണ് ഇപ്പം സീരിയൽസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന്. അതുകൊണ്ടല്ല, ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാം. കാരണം പിന്നെ മോൻ്റെ കൂടെ കൂടുതൽ ടൈം, ഈ ഇപ്പം 5.5 വയസ്സിലായിട്ടുള്ളൂ. മോൻ്റെ കൂടെ കുറച്ച് നാളോടെ നമുക്ക് ട്രിവാൻഡ്രം ആയതുകൊണ്ടാണോ മോൾ ചെയ്യുന്നത്? അതെ അതെ, എനിക്കിപ്പോൾ ആളുടെ അടുത്തുനിന്ന് പോയി വരാം, ഡെയിലി പോയി വരാം. ഒരു ഓഫീസിൽ പോകുന്ന പോലെ അത്രേ ഉള്ളൂ. ജോൺ റിയാലിറ്റി ഷോസ് ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്? ഞാൻ ഇപ്പോഴും റിയാലിറ്റി ഷോ കല്യാണം കഴിഞ്ഞപ്പോ കുറച്ചൊരു ഒതുക്കൊക്കെ വന്നിട്ടുണ്ടാവും. ശരിക്കും ഞാൻ എനിക്കറിയില്ല റിയാലിറ്റി ഷോ, ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ. ഞാനിപ്പോൾ ഒരു ചാനലിൽ ഡാൻസ് റിയാലിറ്റി ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 19 years ആയി. ഇപ്പം അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പം കാരണം ഇപ്പോഴും സ്റ്റേജ് വിട്ട് നമ്മൾ പുറത്തു പോകുന്നില്ല. ഇപ്പോഴും ആ സ്റ്റേജ് ഒരു ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരു പ്രോഗ്രാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാംസിലൂടെ ഇങ്ങനെ പെർഫോം ചെയ്തിരിക്കുക. അതായത് ചുരുക്കം പറഞ്ഞാൽ ജോൺ എന്നാലും വന്ന നോ പറയുകയില്ല. കിട്ടുന്ന അവസരം നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ജോൺ അമൃതയിൽ തന്നെയല്ലേ? ഞാൻ അമൃത TV സൂപ്പർ ഡാൻസറിലാണ് ഞാൻ ഫസ്റ്റ് ലൈം ലൈറ്റിൽ വരുന്നത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ലെറ്റ്സ് ഡാൻസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് വിൻ ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ജഡ്ജായിട്ട് ഇവിടെ വന്നു. പിന്നെ ഒരുപാട് എനിക്ക് അമൃത TV ആയിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. അപ്പം അങ്ങനെ റൂട്ട് ഇവിടെയാണ്. ഫസ്റ്റ് ഒരു ഈ അമൃത TVയുടെ സ്റ്റുഡിയോ കൈമനത്താണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ ഫസ്റ്റ് ടെലികാസ്റ്റ് എനിക്ക് ലൈഫിൽ ഞാൻ മറക്കാത്ത ഒരു സംഗതിയാണ്. അപ്പം നമ്മുടെ ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആരും ആദ്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ കൈമന സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. ഒരു കടയിൽ നാരങ്ങ ഞങ്ങൾ കുടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു ആൻറ്റിയാണ്. ജോൺ അല്ലേ? എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ഞാൻ ഞങ്ങളുടെ ഫസ്റ്റ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് പേര് അതെ വളരെ സന്തോഷം തോന്നി. അത് ഇപ്പോഴും ഞാൻ മറക്കില്ല ഒരിക്കലും. കാരണം എൻ്റെ ഫസ്റ്റ് റെക്കഗ്നിഷൻ ആണ്. പിന്നെ ഇങ്ങനെ ഗോയിങ് ഓൺ. ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 2018 റിലീസായ 21 Diamonds എന്ന് പറയുന്ന ഒരു പടമാണ് മെയിൻ ലീഡായിട്ട് ചെയ്തത്. ഇനി ഈ വർഷം ഒരു പടം പറഞ്ഞിട്ടുണ്ട്, അത് ആയിട്ടില്ല. മേ ബി ഒരു 2-3 months കൂടെ എടുക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ കൃഷ്ണഭുജപുര അങ്കലിൻ്റെയാണ്. അപ്പം പുള്ളിയുടെ സ്ക്രിപ്റ്റിലാണ്. പിന്നെ ഈ റിയാലിറ്റി ഷോ, പിന്നെ റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ ഡാൻസ് ഉണ്ട്. ദേഹത്ത് ഇങ്ങനെ റിയാലിറ്റി ഷോ ഇങ്ങനെ ഒട്ടിക്കിടക്കുവാന്ന് തോന്നുന്നു. ഡാൻസിന്റെ ആ ഡാൻസ് കുഞ്ഞുനാൾ മുതൽ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചൊന്നുമല്ല, ഞാൻ സ്കൂളിൽ TV കണ്ട് പഠിച്ചാണ്. അത്രേ ഉള്ളൂ. ധന്യ പക്ഷെ നല്ലോണം ഡാൻസ് ചെയ്യില്ലേ? ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേരൻസിന് ഇഷ്ടമായിരുന്നു എന്നെ ഇങ്ങനെ ഓരോരോ സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് കൊണ്ടുവന്ന് കളിപ്പിക്കുക. ക്ലാസിക്കൽ ഡാൻസ് അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു പള്ളിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഷോ എന്തെങ്കിലും കിട്ടും. അത് ഞങ്ങൾ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി, പെൺകുട്ടികൾ തന്നെ ഞങ്ങളൊരു ട്രൂപ്പ് പോലെയൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒന്നിച്ചൊരു ട്രൂപ്പ് പോലെ 10 ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാൻസ് പ്രൊഫഷണലി എടുത്തിട്ടില്ലേ? പ്രൊഫഷണലി ഞാൻ സ്റ്റേജ് ഷോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഫിലിമിലും ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാറില്ല. അല്ല ഇത് ശരിക്കും 2-3 ഷോസ് ചെയ്തു, അത് മാത്രമേ. ശരിക്കും ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പം എൻ്റെ റൂട്ടും ഇവരുടെ റൂട്ടും സെയിമാണ്. രണ്ടുപേരും കോളേജ് ടൈമിൽ ബാക്കി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് മീഡിയയിൽ വന്നു, സിനിമയിൽ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വീട്ടിലായി. ശരിക്കും ഡാൻസ് ആണ് ഞങ്ങൾ ഒരു വീട്ടിലായി. കറക്റ്റ്. ഇതിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ, ഞങ്ങൾക്കൊക്കെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായത് നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിച്ചത് എനിക്ക് ദ്രോണയിലാന്ന് തോന്നുന്നല്ലേ? അവിടെ വെച്ചാണോ വീട്ടിലാക്കാൻ തീരുമാനിച്ചത്? ഡാൻസ് ആണ് ഞങ്ങൾ ശരിക്കും ഒന്നിച്ചാക്കിയത്. എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തന്നു ഞങ്ങൾക്കൊരു അതോടുകൂടി പിന്നെ ഞാൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കേണ്ടി വന്നിട്ടില്ല. വീട്ടിലെ ഡാൻസ് ഞങ്ങളൊരു US ഷോയ്ക്ക് ഞങ്ങൾ പോയതാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് എൻ്റെ രണ്ടുപേരുടെയും വീട്ടിൽ ആലോചന നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, നമുക്ക് ഒരു ലൈഫിൽ ആര്
ലൈഫിൽ വരുമെന്നുള്ള ഒരു എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തുള്ള ആളുകളാണെന്ന് തോന്നി. പ്രപ്പോസ് ചെയ്തു, വീട്ടിൽ പറഞ്ഞു. എനിക്കൊന്ന് ജോണിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരുന്നു. അച്ഛനും അമ്മയും എന്തായാലും ജോൺ പറയുമ്പോൾ എതിര് പറയാൻ ചാൻസ് ഇല്ല. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര ബ്രോഡ് മൈൻഡഡ് ഉള്ള ഒരു വ്യക്തികളാണ്. അവിടെയും ആളെ നേരത്തെ അറിയായിരുന്നു. ഞങ്ങൾ ഇതുപോലെ പരിചയപ്പെടുത്തി കൊടുത്തു. അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും ആളെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ഞങ്ങളൊരു സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോഴാണ് പരിചയപ്പെട്ടത്. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2010 ഡിസംബർ 24. 2010 ഡിസംബർ 25 ടൂർണമെന്റ് എന്ന് പറയുന്നത് സിനിമ റിലീസാണ്. അതിന്റെ തലേന്ന്. അല്ലാതെ ഇതാരോ ഓർത്തിരിക്കും. അപ്പൊ ഞങ്ങൾ അല്ലാതെ ഇത് ആരും ഓർത്തിരിക്കുന്നത് ഞാൻ അത് ബ്രാക്കറ്റില് ധന്യെന്നൊന്ന് വിളിക്കാൻ ഞാൻ പോവായിരുന്നു. ഇത്ര ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കുന്നത് ജോണിന് ഒട്ടുമില്ല ചേച്ചി. ഇതുകൊണ്ടാണ് ഓർത്തിരുന്നത്. എന്റെ അടുത്ത് അത് പറയുകയും ചെയ്തു. ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നത് ആ ഡേറ്റിലാണ്. ക്രിസ്മസിന്റെ തലേന്നാണ്. ക്രിസ്മസ് ആയിരുന്നു ഞങ്ങളുടെ ഫിലിം റിലീസ്. അപ്പോൾ അതിന്റെ തലേന്ന് ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരുമിച്ചൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പം അത് കാരണം ആ ഡേറ്റ് ഞാൻ മറക്കില്ല. അതും കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഷോയ്ക്ക് പോകുന്നത്. എന്നാ പിന്നെ ധന്യ ആയിക്കോട്ടെ ജീവിത സഖിന്ന് വിചാരിച്ചു. തീരുമാനിച്ചു. നമ്മൾ ഒരാളെ കണ്ട് നമ്മൾ ഇതെന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യുന്ന ഒരു മൊമെന്റ് അല്ലേ. ഉറപ്പിച്ചു. വീട്ടില് ഹൗസ് വൈഫ് ആയിട്ട് എന്തൊക്കെ? പക്ക ഹൗസ് വൈഫാണ്. വീട്ടുകാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിക്കോളും. ഞാൻ ലൈഫില് ഇപ്പം 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പം ഇടയ്ക്ക് FBയിൽ ചുമ്മാ ആനിവേഴ്സറിയുടെ അന്നൊരു പോസ്റ്റ് ഇട്ടതിൽ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസിലൊന്നാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. കാരണം ഞങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ല ഒരേ വേവ് ലെങ്ത് ആണെന്ന് ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. കാരണം ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം ഇഷ്ടപ്പെടുന്ന പ്രേമിക്കുന്ന സമയത്ത് ആളുകളുടെ ബെസ്റ്റ് ക്വാളിറ്റീസ് മാത്രമേ കാണുള്ളൂ. അവരുടെ കുറ്റം കുറച്ചിലോ കുറവോ ഒന്നും നമ്മൾ അറിയില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം വി ആർ ബ്ലെസ്ഡ്. നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം സോ ഹാപ്പി. അതായത് ഒരു എന്താ പറയുക, വൈഫ് ആണ് എല്ലാത്തിനും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് 100% പറയാം. അതെ, നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതാണ് നമ്മുടെ ഒരു ഫൈൻഡിങ്. ഓക്കെ.